ഹലോ ഫ്രണ്ട്സ്, എ ജി പ്ലസ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 3 ഫസ്റ്റ് ചാപ്റ്ററായ ജമീൻ നെക്സ്റ്റ് ലേറ്റ് കാ നാം ഹേ. ഇതിൻ്റെ ലേഖകൻ ഏകാന്ത് ശ്രീവാസ്തവാണ്. ഇതൊരു ആത്മകഥയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. 30 अप्रैल को मेरी तदर्थ सेवा समाप्त कर दी गई और मैं बोरिया बिस्तर समेटकर अम्मा सहित बिलासपुर आ गया था. അപ്പോൾ ഇവിടെ പറയുന്നത് ഏപ്രിൽ 30 എൻ്റെ ഹഡ്ഹോക്ക് സർവീസ് അവസാനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അമ്മയോടൊപ്പം ബിലാസ്പൂരിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഹഡ്ഹോക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക നിയമനം. ചോട്ടാബായ് ഗുഡ്ഡു ലിവാനി ആയത, ഇളയ സഹോദരൻ ഗുഡ്ഡു ലിവാനി ആയത എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാൻ വന്നിരുന്നു. താക്കി സാമാൻ ലാനേമേ അക്കേലെ മുച്ചേ കഠിനായി നാഹോ. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ വന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ലെന്ന്. सामान लाना इसलिए ज़रूरी था कि अगले वर्ष पुनः साक्षात्कार में मैं चुन ही लिया जाऊँ, इसकी ഗ്യാരണ്ടി नहीं थी. അപ്പോൾ ഈ വരിയിൽ പറയുന്നത് എന്താണ്? അടുത്ത വർഷം വീണ്ടും അഭിമുഖം നടക്കുമ്പോൾ ഞാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പില്ലായിരുന്നതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന്. ബിലാസ്പൂർ കെ ഘർ മേ താല ലഗാക്കർ, ബിലാസ്പൂരിലെ വീട് പൂട്ടി സാരാ പരിവാർ ഗാവ് പഹഞ്ച, കുടുംബത്തിലുള്ള എല്ലാവരും ഗ്രാമത്തിലെത്തി. അർസെ കെ ബാദ് ഗാവ് കെ ഘർ കി ലിപ്പായി പുതായി കി ഗയി. അർസേക്ക് ബാദ് മീനിങ് വളരെ കാലത്തിന് ശേഷം. ഗാവ് കെ ഘർ കി ലിപ്പായി പുതായി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ വീടിൻ്റെ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ലിപ്പായി പുതായി മീനിങ് പ്ലാസ്റ്ററിങ് ആൻഡ് വൈറ്റ് വാഷിംഗ്. ബഹുത്ത് ദൗഡ് ബാഗ് കെ ബാദ്, ദൗഡ് ബാഗ് മീനിങ് പരക്കം പാച്ചൽ, വളരെ പരക്കം പാച്ചലിന് ശേഷം. ജമീൻ ക ഖരീദാർ മില എന്ന് പറഞ്ഞാൽ ഭൂമി വാങ്ങാനുള്ള ആളെ കണ്ടെത്തിയിരുന്നു. 12,000 പ്രതി ഏക്കടിക്ക് ദർസെ ജയസാക്കി അനുമാൻഡ. ഇതിന് മീനിങ് അനുമാനിച്ചതുപോലെ ഏക്കറിന് 12,000 രൂപ നിരക്കിൽ. ജൈസേക്ക് അനുമാൻഡ എന്ന് പറഞ്ഞാൽ അനുമാനിച്ചതുപോലെ. കുച്ചോർ കീമത് ആ സക്തിദി എന്ന് പറഞ്ഞാൽ കുറേ കൂടെ വില കിട്ടിയണമായിരുന്നെന്ന്. മഗർ മജ്ബൂരി ക ഫായദ സബി ഉഡാത്തെ ഹെ, അവരുടെ നിസ്സഹായാവസ്ഥയിൽ എല്ലാവരും അവരെ മുതലെടുത്തു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹമാരെ പാസ് സമയനാഥ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാത്തിരിക്കാനുള്ള സമയമില്ലായിരുന്നു. കാരണം ഷാദിക്ക് തയ്യാറിയാം ശുരു കർണിതി, വിവാഹത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടിയിരുന്നു. ഭവിഷ്യനിധി സെ ബി കുച്ച് 1000 രൂപ പിതാജി നിക്കൽ ലായതേ. ഭവിഷ്യനിധി മീനിങ് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പിതാവ് 1000 രൂപ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദീദി ബഹുത്ത് ഭാവുക് ഹോ ഗയി थी और बात बात में रो पड़ती थी. ചേച്ചി വികാരപരവശയാവുകയും സംസാരത്തിനിടയിൽ വിലപിക്കുകയും ചെയ്യുമായിരുന്നു. ഭാവുക് ഓന മീനിങ് വികാരപരവശയാവുക. മണ്ഡപ് ലഗാ ദിയാ ഗയാ था എന്ന് പറഞ്ഞാൽ വിവാഹത്തിനുള്ള മണ്ഡപം തയ്യാറായി കഴിഞ്ഞു. ഷാദിക്ക് കാർഡ് ചപ് ഗയി, വിവാഹത്തിനുള്ള കാർഡ് അടിച്ചു കഴിഞ്ഞു. മെഹ്മാൻ ആനെ ലഗെ, അതിഥികൾ വന്നെത്താൻ തുടങ്ങുകയും. ഹൽദിയിൽ തേൽ ചടാന ശുരു ഹോ ഗയ. ഹൽദി തേൽ മീൻസ് വിവാഹത്തിന് മുമ്പ് വരൻ്റെയും വധുവിൻ്റെ ശരീരത്തിൽ മഞ്ഞളും എണ്ണയും പുരട്ടുന്ന ഒരു ചടങ്ങാണിത്. ഹം സബ് വ്യവസ്ഥാസെ സന്തുഷ്ടതേ പർ മൻ ജൈസെ അബീസെ കാലി കാലി ഓർ ഉദാസ്ത. അപ്പോൾ ഇവിടെ പറയുന്നത് ഞങ്ങളെല്ലാവരും ക്രമീകരണങ്ങളിൽ സന്തുഷ്ടരായിരുന്നെങ്കിലും മനസ്സിൽ ശൂന്യവും ദുഃഖവുമായിരുന്നു. ജോ ഉപസ്ഥിതി ഥ ഉസ്കെ അനുപസ്ഥിതി അബീസെ ദിൽ മേ ഘർ കർ ഗയി ഥി. ഈ സെൻറ്റൻസ് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഉണ്ടായിരുന്നത് എന്തോ കൈവിട്ടു പോകുന്നതിൻ്റെ നഷ്ടബോധം മനസ്സിനെ അലട്ടിയിരുന്നു. നെക്സ്റ്റ് പാര. ജിസ് ദിൻ ജമീൻ കി രജിസ്ട്രി ഹോനി ഥി ഉസ്കെ എക് ദിൻ പെഹലെ പിതാജിനെ മുझे അപ്പനെ സാത്ത് ഖേത് ചലനെ കോ കഹ. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കേണ്ടതിന് ഒരു ദിവസം മുമ്പ് പിതാവ് തൻ്റെ കൂടെ വയലിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഘർ മേ മെഹ്മാൻ്റെ, വീട്ടിൽ അതിഥികൾ ഉണ്ടായിരുന്നു. അവർ വിവാഹത്തെ സംബന്ധിച്ച് ജറൂറി കാമ്പി, അതുപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും. മേം ഇസ് അപ്രത്യാശിത പ്രസ്താവ് സെ കുച്ച് ചകിത് ഉവ, പ്രതീക്ഷിക്കാത്ത ഈ വർത്തമാനം കേട്ട് ഞാൻ അതിശയിച്ചു പോയിന്ന്. ചകിത് ഹോന മീനിങ് വിസ്മയിക്കുക. നെക്സ്റ്റ് പാര. എക് 2 दिन बाद കബി ചലേങ്കെ പിതാജി കുച്ച് ഫുർസത്ത് മേ അബീത്തോ. ഇവിടെ പറയുന്നത് 1-2 ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും പോകാമെന്നാണ് പറയുന്നത്. കുച്ച് ഫുർസത്ത് മേ എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അബീത്തോ എന്ന് പറയുമ്പോൾ ഇപ്പോഴാകുമ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കൽ രജിസ്ട്രി കെ ബാദ് വഹി സെമീൻ അപ്പനി കഹാം രഖ് ജായേങ്കി ഫിർ ദൂസരോं की ज़मीन में क्या जाना വേ ധീരെ സെ ബോലെ യക് വാക്കി മുझे ആഖത് കർ ഗയ. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് നാളെ രജിസ്ട്രേഷന് ശേഷം ആ ഭൂമി എങ്ങനെയാണ് സ്വന്തമാകുന്നത്, മറ്റുള്ളവരുടെ ഭൂമിയിലേക്ക് എന്തിനു പോകണം. അദ്ദേഹം 15 സ്ഥലത്തിലാണ് പറഞ്ഞത്. ഈ വാക്കുകൾ എന്നെ വളരെ അധികം മുറിപ്പെടുത്തി. ആഹത് കർണ മീനിങ് മുറിപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.